ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2025 കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഡിഫൻസിന്റെ കംപ്ലീറ്റ് ക്ലാസ് ആണിത്. അതായത് 2025 സീരിയസ് എക്സാമിന്റെ ഡിഫൻസ്, അതായത് ഡിഫൻസിന്റെ ക്ലാസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിലെ എല്ലാം ഉണ്ട്. അതായത് ഡിഫൻസ് മുഴുവനായിട്ട് എല്ലാ ടോപ്പിക്കും ഇന്ത്യൻ ആർമിയുടെ ആണെങ്കിലും നേവിയുടെ ആണെങ്കിലും എയർഫോഴ്സിന്റെ ആണെങ്കിലും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ചെയ്യേണ്ടത്, കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. അത് മതി എന്തിന്, സീരിയസ് എക്സാമിനുള്ള ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോയിലേക്ക് പോകാം. അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിന്റെയും ക്ലാസ് നമ്മൾ ഇതുപോലെ ഇടുന്നതാണ്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടർ വരുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, മൂന്നെണ്ണമാണുള്ളത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉണ്ട്, പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം കൊടുത്തിരിക്കുന്നത്. ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്, ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി. ഇനി സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ആരാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ ആൻസർ വരുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് എന്ത്, ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ. ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്? ദ്രൗപദി മുർമു. പിന്നെ ഉള്ളതാണെന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ. അതായത് ഡിഫൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ ആരുടെ അണ്ടറിലാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അതിന്റെ ആൻസർ വരുന്നത് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലാണെന്ത്, ഇന്ത്യൻ ഡിഫൻസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ വരുന്നത്. ആരാണ് ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ? രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗ് ആണ് എന്ത്, ഇപ്പോഴത്തെ ഡിഫൻസ് മിനിസ്റ്റർ. അപ്പം ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ഏതൊക്കെയാണ്? ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ്, ഇന്ത്യൻ നേവി. ഇനി സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യൻ ആംഡ് ഫോഴ്സസ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സസിന്റെ സുപ്രീം കമാൻഡർ ആരാണ്? പ്രസിഡന്റ് ആണ്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഓപ്പറേഷണൽ കൺട്രോൾ വരുന്നത് ആരുടെ അണ്ടറിലാണ്? ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ്. ഇനി അടുത്തത് ഡിപ്പാർട്ട്മെന്റ്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. എന്താണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ്. 5 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് R&D, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. 5 മിനിസ്ട്രി ആണ് വരുന്നത്. 5 ഡിപ്പാർട്ട്മെന്റ്സ് ആണ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അണ്ടറിൽ വരുന്നത്. 1 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ്, 2 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ, 3 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, 4 ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ് സർവീസ്മെൻ വെൽഫെയർ, 5 ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ്. എന്താണ്, ഓർത്തു വെക്കാൻ എളുപ്പമാണ്. എല്ലാം ഡിഫൻസുമായിട്ട് ബന്ധമുള്ളത് മാത്രമാണ്. വളരെ ഓർത്തു വെക്കാൻ നല്ല സിമ്പിൾ ആണ്. കാരണം ഡിഫൻസ് ഉണ്ട്, പിന്നെ ഡിഫൻസ് പ്രൊഡക്ഷൻ, പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, എക്സ് സർവീസ്മെൻ വെൽഫെയർ ആൻഡ് മിലിറ്ററി അഫയേഴ്സ്. അത്രേ ഉള്ളൂ. പിന്നെ ഇന്ത്യൻ ആർമിയെ കുറിച്ചാണ് അടുത്തത്. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. പിന്നെ വരുന്നത് ഇന്ത്യൻ ആർമിയുടെ മോട്ടോ, സർവീസ് ബിഫോർ സെൽഫ്. അതാണ് എന്ത്, ഇന്ത്യൻ ആർമിയുടെ മോട്ടോ. എന്നാണ് ഇന്ത്യൻ ആർമി ഫൗണ്ട് ആയത്? 1947 ഇന്ത്യൻ ആർമി രൂപീകൃതമായത്. ഇനി ആർമിയുടെ എന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്ത്, 15 ജനുവരി 15 എന്ത്, ഇന്ത്യൻ ആർമിയുടെ വരുന്നത്. ഇനി ഇന്ത്യൻ ആർമിയിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്ത്യൻ ആർമിയുടെ മെയിൻ ആയിട്ട് വരുന്ന കളേഴ്സ് ഏതൊക്കെയാണ്? ഗോൾഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ഏതൊക്കെയാണ്? ഗോൾഡ്, റെഡ് ആൻഡ് ബ്ലാക്ക്. പിന്നെ വരുന്നതാണ് ഇന്ത്യൻ ആർമിയുടെ മെഡൽസ് ആൻഡ് ഹോണേഴ്സ്. വാർ ടൈമിലുണ്ട്, അതുപോലെ തന്നെ ഈക്വൽ ആൻഡ് പീസ് ടൈമിലും ഉണ്ട്. വാർ ടൈമിലെ ഏതൊക്കെയാണ്? പരംവീർ ചക്ര, മഹാവീർ ചക്ര, വീർ ചക്ര. ഇപ്പം ഈ PMV ഓർത്ത് വെച്ചാൽ മതി. എന്താണ് ആദ്യത്തെ ലെറ്റേഴ്സ്? വാർ ടൈം ഹോണേഴ്സ്, മെഡൽസ് ആൻഡ് ഹോണേഴ്സ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് PMV ഓർത്ത് വെക്കുക. അതായത് പരംവീർ ചക്ര, P ഫോർ പരംവീർ ചക്ര, M ഫോർ മഹാവീർ ചക്ര ആൻഡ് V ഫോർ വീർ ചക്ര. വാർ ടൈമിലെ ഏതൊക്കെയാണ് മെഡൽസ് ആൻഡ് ഹോണേഴ്സ് ഇന്ത്യൻ ആർമിയുടെ? പരംവീർ ചക്ര, മഹാവീർ ചക്ര ആൻഡ് വീർ ചക്ര. അതുപോലെ തന്നെ ഈക്വൽ ആൻഡ് പീസ് ടൈമിൽ വരുന്ന മെഡൽസ് ആൻഡ് ഹോണേഴ്സ് ആണ് പറയുന്നത് അശോക് ചക്ര, കീർത്തി ചക്ര ആൻഡ് ശൗര്യ ചക്ര. ഇത് എന്താണ്? AKS ഓർത്ത് വെക്കുക. PMV ആൻഡ് AKS എന്താണിത്? ആദ്യത്തെ ലെറ്റേഴ്സ് ആണ്. A ഫോർ അശോക് ചക്ര, K ഫോർ കീർത്തി ചക്ര ആൻഡ് S ഫോർ ശൗര്യ ചക്ര. അപ്പൊ ഇന്ത്യൻ ആർമി മെഡൽസ് ആൻഡ് ഹോണേഴ്സ് വാർ ടൈമിൽ ഏതാണ്? പരംവീർ ചക്ര. ഈക്വൽ ആൻഡ് പീസ് ടൈമിൽ വരുന്നത് അശോക ചക്ര. വാർ ടൈമിൽ വരുന്നത് മഹാവീർ ചക്ര. ഈക്വൽ ആൻഡ് പീസ് ടൈമിൽ വരുന്നത് കീർത്തി ചക്ര.
വാർ ടൈമിൽ വരുന്നത് വീർ ചക്ര ആൻഡ് ഈക്വലന്റ് പീസ് ടൈമിൽ വരുന്നത് ശൗര്യ ചക്ര. ഇനി അടുത്തത് ഇന്ത്യൻ ആർമിയുടെ കമാൻഡ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 7 കമാൻഡ്സ് ആണ് ഇന്ത്യൻ ആർമിക്ക് ഉള്ളത്. ഒന്ന് ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്ത. ഈസ്റ്റേൺ കമാൻഡ് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. വെസ്റ്റേൺ കമാൻഡ് ചണ്ഡിമന്ദിർ. നോർത്തേൺ കമാൻഡ് ഉദ്ധംപൂർ. സദേൺ കമാൻഡ് പൂനെ. സൗത്ത് വെസ്റ്റേൺ കമാൻഡ് ജയ്പൂർ. സെൻട്രൽ കമാൻഡ് ലക്നൗ. ആർമി ട്രെയിനിങ് കമാൻഡ് ഷിംല. ഈസ്റ്റേൺ കമാൻഡ് കൊൽക്കത്ത. വെസ്റ്റേൺ കമാൻഡ് ചണ്ഡിമന്ദിർ. നോർത്തേൺ കമാൻഡ് ഉദ്ധംപൂർ. സദേൺ കമാൻഡ് പൂനെ. സൗത്ത് വെസ്റ്റേൺ കമാൻഡ് ജയ്പൂർ. സെൻട്രൽ കമാൻഡ് ലക്നൗ. ആർമി ട്രെയിനിങ് കമാൻഡ് ഷിംല. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതിൽ വേറെ കുറെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാം ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യൻ ആർമിയുടെ കമ്മീഷൻഡ് റാങ്ക്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് റാങ്ക്സ് 9 എണ്ണമാണുള്ളത്. 10 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഇപ്പം ന്യൂസിലില്ല. അത് ഏതാണ്? ഫീൽഡ് മാർഷൽ റാങ്ക് ആണിത്. ഇപ്പം ന്യൂസിൽ ഇല്ലാത്തത്. അങ്ങനെ നോക്കുമ്പോൾ 10 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 9 എണ്ണമാണ് ഉള്ളത്. അതിൽ ഏറ്റവും ലോവസ്റ്റ് റാങ്ക് ഏതാണ്? ലെഫ്റ്റനന്റ് ആണ്. അത് കഴിയുമ്പോൾ ക്യാപ്റ്റൻ, മേജർ, ലഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലഫ്റ്റനന്റ് ജനറൽ ആൻഡ് ജനറൽ. ഇന്ത്യൻ ആർമിയിലെ കമ്മീഷൻഡ് റാങ്ക്സ് ഏതൊക്കെയാണ്? ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലഫ്റ്റനന്റ് ജനറൽ ആൻഡ് ജനറൽ. ജനറൽ ആണ് എന്ത്? ഹയസ്റ്റ് റാങ്ക് വരുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് റാങ്ക് ഏതാണ്? ലഫ്റ്റനന്റ് ജനറൽ. ഇതിലെ ഏറ്റവും ലോവസ്റ്റ് വരുന്ന റാങ്ക് ഏതാണ്? കമ്മീഷൻഡ് റാങ്ക്സിൽ ലെഫ്റ്റനന്റ് ആണ്. ഫീൽഡ് മാർഷൽ ഇപ്പം നിലവിലില്ല. അപ്പം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ 2 പേരാണെന്ത് ഫീൽഡ് മാർഷൽ റാങ്കിൽ ഇതുവരെ വന്നിട്ടുള്ളത്. അതൊന്ന് KM കരിയപ്പയാണ്. രണ്ടാമത്തെ സാം മാനിക് ഷോ. ഒരു മൂവി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ സാം മാനിക് ഷോയുടെ ലൈഫ് ബേസ് ചെയ്തിട്ടുള്ള. ഇന്ത്യൻ ആർമി കമ്മീഷൻ റാങ്ക്സ് ലെഫ്റ്റനന്റ്, ക്യാപ്റ്റൻ, മേജർ, ലഫ്റ്റനന്റ് കേണൽ, കേണൽ, ബ്രിഗേഡിയർ, മേജർ ജനറൽ, ലഫ്റ്റനന്റ് ജനറൽ ആൻഡ് ജനറൽ. പിന്നെ ഫീൽഡ് മാർഷൽ റാങ്ക് ഇതുവരെ കൊടുത്തിട്ടുള്ള 2 പേർക്കാണ്. ഒന്ന് KM കരിയപ്പ, 2 സാം മാനിക് ഷോ. ഓർത്തു വെക്കുക. ഇനി ഇന്ത്യൻ ആർമിയുടെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ്. ഹൈറാർക്കി ആൻഡ് ഹെഡഡ് ബൈ. ആരാണ് ഇത് ഹെഡ് ചെയ്യുന്നത്? ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ഹെഡ് ചെയ്യുന്ന ജനറൽ ആണ്. കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ. ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ജനറൽ. കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ. കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ. ഡിവിഷൻ മേജർ ജനറൽ. ബ്രിഗേഡ് ബ്രിഗേഡിയർ. റെജിമെന്റ് കേണൽ. ബറ്റാലിയൻ ലഫ്റ്റനന്റ് കേണൽ അല്ലെങ്കിൽ കേണൽ. കമ്പനി മേജർ. പ്ലാറ്റൂൺ ലഫ്റ്റനന്റ് അല്ലെങ്കിൽ സുബേദാർ. സെക്ഷൻ ഹവിൽദാർ. ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് ജനറൽ. കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ. കോർപ്സ് ലഫ്റ്റനന്റ് ജനറൽ. ഡിവിഷൻ മേജർ ജനറൽ. ബ്രിഗേഡ് ബ്രിഗേഡിയർ. റെജിമെന്റ് കേണൽ. ബറ്റാലിയൻ ലഫ്റ്റനന്റ് കേണൽ അല്ലെങ്കിൽ കേണൽ. കമ്പനി മേജർ. പ്ലാറ്റൂൺ ലഫ്റ്റനന്റ് അല്ലെങ്കിൽ സുബേദാർ. സെക്ഷൻ ഹവിൽദാർ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക, ഒന്ന് ഓർത്തു വെക്കുക, അത്രേ ഉള്ളൂ. മനസ്സിലാക്കി പഠിച്ചാൽ എല്ലാം മനസ്സിലുണ്ടാവും. പാടില്ല, നമ്മൾ മറന്നു പോകത്തില്ല. ഇനി ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി എക്സസൈസ് ആണ്. ഏതൊക്കെയാന്ന് വെച്ചാൽ ഡെസേർട്ട് സൈക്ലോൺ 2024. അത് ഏത് രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇന്ത്യ ആൻഡ് UAE. രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്നല്ലേ, ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു അതിൽ ഉൾപ്പെട്ടിരുന്നതെന്നാണ്. ഇന്ത്യ ആൻഡ് UAE. പിന്നെ ഉള്ളത് എക്സസൈസ് ഹഞ്ചർ. അതിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യ ആൻഡ് കൈരേഗിസ്ഥാൻ. ഡെസേർട്ട് സൈക്ലോൺ 2024 ഇന്ത്യ ആൻഡ് UAE. എക്സസൈസ് കഞ്ചർ ഇന്ത്യ ആൻഡ് കൈരേഗിസ്ഥാൻ. എക്സസൈസ് സൈക്ലോൺ, ഡെസേർട്ട് സൈക്ലോൺ അല്ല, എക്സസൈസ് സൈക്ലോൺ. അതിനകത്ത് വരുന്നത് ഇന്ത്യ ആൻഡ് ഈജിപ്ത്. എക്സസൈസ് ധർമ്മ ഗാർഡിയൻ ഇന്ത്യൻ ആർമി ആൻഡ് ജപ്പാൻ. എക്സസൈസ് ശക്തി ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. എക്സസൈസ് ഗരുഡ് ശക്തി ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. എക്സസൈസ് മിത്രശക്തി ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. യുദ്ധാഭ്യാസ് അതില് ഇന്ത്യ ആൻഡ് USA. സൂര്യകിരൺ ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇത്രയാണ് എക്സസൈസ് വരുന്നത്. ഓർത്തിരിക്കാൻ കുറച്ച് പാടാണ്, എന്നാലും ഒന്ന് ഓർത്തു വെക്കുക. ഇല്ല പാടില്ല, ഏതൊക്കെ ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്ന് ഓർത്തു വെച്ചാൽ മതി. ഡെസേർട്ട് സൈക്ലോൺ 2024 ഇന്ത്യ ആൻഡ് UAE. എക്സസൈസ് ഹഞ്ചർ ഇന്ത്യ ആൻഡ് കൈരേഗിസ്ഥാൻ. എക്സസൈസ് സൈക്ലോൺ
ഇന്ത്യ ആൻഡ് ഈജിപ്ത്. എക്സസൈസ് ധർമ്മ ഗാർഡിയൻ, ഇന്ത്യ ആൻഡ് ജപ്പാൻ. എക്സസൈസ് ശക്തി, ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. എക്സസൈസ് ഗരുഡ് ശക്തി, ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ. എക്സസൈസ് മിത്രശക്തി, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. യുദ്ധാഭ്യാസ്, ഇന്ത്യ ആൻഡ് USA. സൂര്യകിരൺ, ഇന്ത്യ ആൻഡ് നേപ്പാൾ. ഇത്രേ ഉള്ളൂ എന്താണ് ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി എക്സസൈസ്. ഓക്കെ, ഇനി മേജർ ബാറ്റിൽസ് ആൻഡ് ഓപ്പറേഷൻസ് ഫോർഡ് ബൈ ഇന്ത്യൻ ആർമി. അത് ഏതൊക്കെയാണെന്നാണ്. ബാറ്റിൽസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് ഇന്ത്യൻ ആർമിയുടെ. ഒന്ന് ഇൻഡോ പാക് വാർ 1947 to 48. അതാണിത് ഫസ്റ്റ് കാശ്മീർ വാർ എന്ന് അറിയപ്പെടുന്നത്. ലിബറേഷൻ ഓഫ് ഗോവ, ഓപ്പറേഷൻ വിജയ് 1961. ഓർത്തു വെക്കണേ, ലിബറേഷൻ ഓഫ് ഗോവ. പിന്നെ ഇൻഡോ പാക് വാർ 1965, അത് സെക്കൻഡ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്നു. പിന്നെ ഇൻഡോ പാക് വാർ 1971, അത് ലിബറേഷൻ വാർ എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഇൻഡോ പാക് വാർ ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്. ഇൻഡോ പാക് വാർ 1947-48, ഇൻഡോ പാക് വാർ 1965, ഇൻഡോ പാക് വാർ ഓഫ് 1981. ഇന്ത്യ പാകിസ്ഥാൻ വാറാണ് ഇൻഡോ പാക് വാർ എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ മേഘ്ദൂത്, അത് 1984. പിന്നെ കാർഗിൽ കോൺഫ്ലിക്ട് 1999, അത് എല്ലാവർക്കും അറിയാം, ആരും മറന്നു പോകത്തില്ല. പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് 2016, ഒരു മൂവി ഇതിനെ ബേസ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. അപ്പം മേജർ ബാറ്റിൽസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഇന്ത്യൻ ആർമിയുടെ ഏതൊക്കെയാണ്? ഇൻഡോ പാക് വാർ 1947, അതെന്താണ് ഫസ്റ്റ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്നു. പിന്നെ ലിബറേഷൻ ഓഫ് ഗോവ, ഓപ്പറേഷൻ വിജയ് 1961. ഇൻഡോ പാക് വാർ 1965, സെക്കൻഡ് കാശ്മീർ വാർ എന്നറിയപ്പെടുന്നു. പിന്നെ ഇൻഡോ പാക് വാർ 1971, ലിബറേഷൻ വാർ എന്നറിയപ്പെടുന്നു. പിന്നെ ഓപ്പറേഷൻ മേഘ്ദൂത് 1984, പിന്നെ കാർഗിൽ കോൺഫ്ലിക്ട് 1999 ആൻഡ് സർജിക്കൽ സ്ട്രൈക്ക് 2016. കറന്റ് ചീഫ് ഓഫ് ഇന്ത്യൻ ആർമി സ്റ്റാഫ് ആരാണ്? ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഓർത്തു വെക്കണേ. പിന്നെ ഇന്ത്യൻ നേവിയുടെ ബേസിക് കാര്യങ്ങളാണ്. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഇന്ത്യൻ നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ന്യൂഡൽഹി തന്നെയായിരുന്നു എന്ത്? ഇന്ത്യൻ ആർമിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്ത്യൻ നേവിയുടെ മോട്ടോ എന്താണ്? ചാംനോ വരുണ. ഇന്ത്യൻ ആർമിയുടെ മോട്ടോ എന്തായിരുന്നു? സർവീസ് ബിഫോർ സെൽഫ്. നേവി ഡേ എന്നാണ്? 4th ഡിസംബറിലാണ് എന്ത്? നേവി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആർമി ഡേ എന്താണ്? 15th ജനുവരി. കളേഴ്സ് ഏതൊക്കെയാണ്? നേവി ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ്. എന്നാണ് ഫൗണ്ട് ആയത്? 1947. സെയിം തന്നെയാണ് എന്ത്? ആർമിയും രൂപീകൃതമായത് എന്നാണ്? 1947. ഫസ്റ്റ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ്, ആദ്യത്തെ നേവി സ്റ്റാഫ് ആരായിരുന്നു എന്നായിരുന്നു. അതിന്റെ ചീഫ് ഓഫ് നേവി സ്റ്റാഫ് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് രാംദാസ് കട്ടാരി. ഇന്ത്യൻ നേവിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി, മോട്ടോ ഷാംനോ വരുണ. പിന്നെന്താണ്? നേവി ഡേ 4th ഡിസംബർ. കളേഴ്സ് നേവി ബ്ലൂ, ഗോൾഡ് ആൻഡ് വൈറ്റ്. ഫൗണ്ടഡ് ഇൻ 1947. ഫസ്റ്റ് ചീഫ് ഓഫ് നേവി സ്റ്റാഫ് രാംദാസ് കട്ടാരി. ഇന്ത്യൻ നേവിയുടെ കമാൻഡ്സ് എത്രയാണ്? 4 എണ്ണമാണുള്ളത്. ഒന്ന് വെസ്റ്റേൺ കമാൻഡ് മുംബൈ, ഈസ്റ്റേൺ കമാൻഡ് വിശാഖപട്ടണം, സദേൺ കമാൻഡ് കൊച്ചി. ഇന്ത്യൻ നേവൽ അക്കാദമി എവിടെയാണ്? ഏഴിമല, കേരളത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പം ഇന്ത്യൻ നേവിയുടെ കമാൻഡ്സ് വെസ്റ്റേൺ കമാൻഡ് മുംബൈ, ഈസ്റ്റേൺ കമാൻഡ് വിശാഖപട്ടണം, സദേൺ കമാൻഡ് കൊച്ചി, ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല, അത് കേരളത്തിലാണ്. ഓർത്ത് വെച്ചാൽ മതിയെ. ഇനി വരുന്നത് കമ്മീഷൻഡ് റാങ്ക്സ് ഓഫ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയുടെ കമ്മീഷൻഡ് റാങ്ക്സ് ഏതൊക്കെയാണെന്നാണ്. സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ, കമാൻഡർ, ക്യാപ്റ്റൻ, കോമഡോർ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, അഡ്മിറൽ. ഇതാണ് എന്ത്? ഇന്ത്യൻ നേവിയിലെ കമ്മീഷൻഡ് റാങ്ക്സ്. ഹയസ്റ്റ് റാങ്ക് ഏതാണ്? അഡ്മിറൽ ആണ്. കമ്മീഷൻഡ് റാങ്ക്സിലെ ലോവസ്റ്റ് റാങ്ക് ഏതാണ്? സബ് ലെഫ്റ്റനന്റ് ആണ്. ഒന്നുകൂടി, കമ്മീഷൻ റാങ്ക്സ് ഇൻ ഇന്ത്യൻ നേവി: സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ, കമാൻഡർ, ക്യാപ്റ്റൻ, കോമഡോർ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ ആൻഡ് അഡ്മിറൽ. സബ് ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ്, ലെഫ്റ്റനന്റ് കമാൻഡർ, കമാൻഡർ, ക്യാപ്റ്റൻ, കോമഡോർ, റിയർ അഡ്മിറൽ, വൈസ് അഡ്മിറൽ, അഡ്മിറൽ. ഇത്ര ഉള്ളത് കമ്മീഷൻ റാങ്ക്സ് ഓഫ് ഇന്ത്യൻ നേവി. ഇന്ത്യൻ നേവിയിലെ കമ്മീഷൻ റാങ്ക്സ്. ഇന്ത്യൻ നേവിയുടെ മിലിറ്ററി എക്സസൈസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സസൈസ് സീ ഡ്രാഗൺ, അത് ആരൊക്കെയായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്? US, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, ജപ്പാൻ ആൻഡ് ഇന്ത്യ. എക്സസൈസ് സീ ഡ്രാഗൺ ഓർത്തു വെക്കുക. US, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, ജപ്പാൻ ആൻഡ് ഇന്ത്യ. എക്സസൈസ് ദോസ്തി, അതിനകത്ത് വരുന്നത് ഇന്ത്യ, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക.
ഇതെന്താണ്? ഒരു കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. അതുകൊണ്ടാണ് എന്ത് നേവിയുടെ കൂട്ടത്തിൽ എഴുതിയേക്കുന്നത്. ജസ്റ്റ് ഓർത്ത് വെക്കണം. എക്സസൈസ് ദോസ്തി, ഇന്ത്യ, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. ഇനി മിലൻ 2024 50 ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ്. അതിനകത്തുണ്ടായിരുന്നത് എന്താണ്? 50 ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ് ആയിരുന്നത് മിലൻ 2024 എന്ന നേവൽ എക്സസൈസിൽ ഉണ്ടായിരുന്നത്. ഇനി ജിമക്സ് 24 അതിനകത്ത് ജപ്പാൻ ആൻഡ് ഇന്ത്യ. പേരിൽ തന്നെ ഓർത്തു വെക്കുക, ജെ ആണുള്ളത്. അപ്പൊ ജപ്പാൻ ആൻഡ് ഇന്ത്യ. പിന്നെ എക്സസൈസ് സമുദ്ര ലക്ഷ്മണ അതിനകത്തുണ്ടായിരുന്നത് ഇന്ത്യ ആൻഡ് മലേഷ്യ. ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ത്യ ആൻഡ് മലേഷ്യ. പിന്നെ എക്സസൈസ് അയുത്തേയ ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. എക്സസൈസ് അയുത്തേയ ഇന്ത്യ ആൻഡ് തായ്ലൻഡ് ഓർത്തു വെക്കുക. ഇപ്പൊ ഇന്ത്യൻ നേവി മിലിറ്ററി എക്സസൈസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എക്സസൈസ് സീ ഡ്രാഗൺ, US, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, ജപ്പാൻ ആൻഡ് ഇന്ത്യ. ഇത്രയും പേരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ എക്സസൈസ് ദോസ്തി 16 ഇന്ത്യ, മാൽദീവ്സ് ആൻഡ് ശ്രീലങ്ക കോസ്റ്റ് ഗാർഡ് എക്സസൈസ് ആണ്. പിന്നെ മിലൻ 2024 50 ഫ്രണ്ട്ലി ഫോറിൻ കൺട്രീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ജിമക്സ് 24 ആരൊക്കെയാണ്? ജപ്പാൻ ആൻഡ് ഇന്ത്യ. എക്സസൈസ് സമുദ്ര ലക്ഷ്മണ ഇന്ത്യ ആൻഡ് മലേഷ്യ. എക്സസൈസ് അയുത്തേയ ഇന്ത്യ ആൻഡ് തായ്ലൻഡ്. ഇത്രയാണ് എന്ത് ഇന്ത്യൻ നേവിയുടെ മിലിറ്ററി എക്സസൈസ്. ഇനിയുള്ള എക്സസൈസ് ജസ്റ്റ് ഒന്ന് കറണ്ട് അഫയേഴ്സിൽ നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. അത്യാവശ്യം മെയിൻ ആയിട്ടുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ആർമിയുടെയും പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഉള്ളത് ഇന്ത്യൻ എയർഫോഴ്സ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ എന്നാണ് 8 ഒക്ടോബറിലാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണ്? ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. എന്നാണ് ഇന്ത്യൻ എയർഫോഴ്സ് ഫൗണ്ട് ആയത്? 1932. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ നേവിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ് എന്ത് ഇത് മൂന്നിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഇനി കളേഴ്സ്, മെയിൻ ആയിട്ടുള്ള കളേഴ്സ് ഏതൊക്കെയാണ്? നേവി ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ ആരാണ്? അർജൻ സിംഗ്. ഓർത്തു വെക്കുക, ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ്. സോറി. ഇന്ത്യൻ എയർഫോഴ്സ് ഡേ 8 ഒക്ടോബർ. മോട്ടോ വരുന്നത് ടച്ച് ദ സ്കൈ വിത്ത് ഗ്ലോറി. ഫൗണ്ടഡ് ഇൻ 1932. ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. കളേഴ്സ് നേവി ബ്ലൂ, സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ്. ഫസ്റ്റ് എയർ ചീഫ് മാർഷൽ അർജൻ സിംഗ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമാൻഡ്സ് ആണ്. അതിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ഫങ്ഷണൽ കമാൻഡ്സ് എന്നും ഓപ്പറേഷണൽ കമാൻഡ്സ് എന്നും. ഫങ്ഷണൽ കമാൻഡ്സ് ഏതൊക്കെയാണ്? ട്രെയിനിങ് കമാൻഡ് അതെവിടെയാണ്? ബംഗളൂരുവിലാണ്, കർണാടക. പിന്നെ മെയിന്റനൻസ് കമാൻഡ് നാഗ്പൂർ ആണ്, മഹാരാഷ്ട്ര. ട്രെയിനിങ് കമാൻഡ് ബംഗളൂരു, കർണാടക. മെയിന്റനൻസ് കമാൻഡ് നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇനി ഓപ്പറേഷണൽ കമാൻഡ്സ് ആണ് അടുത്തത് വരുന്നത്. അത് എത്രയാണ്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. സെൻട്രൽ കമാൻഡ് അലഹാബാദ്, UP, ഉത്തർപ്രദേശിലാണ്. ഈസ്റ്റേൺ എയർ കമാൻഡ് ഷില്ലോങ്ങിലാണ്, അതെവിടെയാണ്? മേഘാലയ. മേഘാലയയുടെ ക്യാപിറ്റൽ ആണ് എന്ത്? ഷില്ലോങ്. സദേൺ എയർ കമാൻഡ് എവിടെയാണ്? തിരുവനന്തപുരത്താണ്, കേരളത്തിൽ തന്നെയാണ്. സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് ഗാന്ധിനഗർ, ഗുജറാത്ത്. വെസ്റ്റേൺ എയർ കമാൻഡ് ന്യൂഡൽഹി. സെൻട്രൽ എയർ കമാൻഡ് എവിടെയാണ്? UPയിലാണ്, അലഹാബാദ്. ഈസ്റ്റേൺ എയർ കമാൻഡ് ഷില്ലോങ്, മേഘാലയ. സദേൺ എയർ കമാൻഡ് തിരുവനന്തപുരം, കേരള. സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് ഗാന്ധിനഗർ, ഗുജറാത്ത്. വെസ്റ്റേൺ എയർ കമാൻഡ് ന്യൂഡൽഹി. അപ്പൊ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമാൻഡ്സ് ഏതൊക്കെയാണ്? ഫങ്ഷണൽ കമാൻഡ്സ് ആണ്, ഓപ്പറേഷണൽ കമാൻഡ്സ് ഉണ്ട്. ഫങ്ഷണൽ കമാൻഡ്സ് ട്രെയിനിങ് കമാൻഡ് ബംഗളൂരു, കർണാടക. മെയിന്റനൻസ് കമാൻഡ് നാഗ്പൂർ, മഹാരാഷ്ട്ര. ഇനി ഓപ്പറേഷണൽ കമാൻഡ്സിലേക്ക് വരുമ്പോൾ സെൻട്രൽ എയർ കമാൻഡ് അലഹാബാദ്, ഉത്തർപ്രദേശ്. ഈസ്റ്റേൺ എയർ കമാൻഡ് ഷില്ലോങ്, മേഘാലയ. സദേൺ എയർ കമാൻഡ് തിരുവനന്തപുരം, കേരള. സൗത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് ഗാന്ധിനഗർ, ഗുജറാത്ത്. വെസ്റ്റേൺ എയർ കമാൻഡ് ന്യൂഡൽഹി. കമ്മീഷൻ റാങ്ക്സ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ് ഏതൊക്കെയാണ്? ഇന്ത്യൻ എയർഫോഴ്സിലെ കമ്മീഷൻ റാങ്ക്സ് എന്നാണ് പറയുന്നത്. ഫ്ലൈയിങ് ഓഫീസർ ലോവസ്റ്റ് റാങ്ക് ആണ് കമ്മീഷൻ റാങ്ക്സിൽ. ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്, സ്ക്വാഡൻ ലീഡർ, വിംഗ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കോമഡോർ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. ഏതൊക്കെയാണ്? ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്, സ്ക്വാഡൻ ലീഡർ, വിംഗ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കോമഡോർ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. ഒന്നുകൂടി നോക്കുക. കമ്മീഷൻ റാങ്ക്സ് ഓഫ് ഇന്ത്യൻ എയർഫോഴ്സ്: ഫ്ലൈയിങ് ഓഫീസർ, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ്, സ്ക്വാഡൻ ലീഡർ, വിംഗ് കമാൻഡർ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ, എയർ കോമഡോർ, എയർ വൈസ് മാർഷൽ, എയർ മാർഷൽ, എയർ ചീഫ് മാർഷൽ. ഇത്രയാണ് എന്ത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കമ്മീഷൻ റാങ്ക്സ്. ഇനി വരുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ മിലിറ്ററി എക്സസൈസസ് ഏതൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് എക്സസൈസ് റെഡ് ഫ്ലാഗ് 24. അതായത് ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്?
ഇന്ത്യ, UK, നെതർലാൻഡ്സ്, സിംഗപ്പൂർ, ജർമ്മൻ ആൻഡ് US. എക്സസൈസ് റെഡ് ഫ്ലാഗ് 24-24 എന്തിനാണ്? 2024 വേണ്ടിയിട്ടാണ്. ഇതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? ഇന്ത്യ, UK, നെതർലാൻഡ്സ്, സിംഗപ്പൂർ, ജർമ്മൻ ആൻഡ് US. അടുത്തത് എക്സസൈസ് ഡെസേർട്ട് നൈറ്റ് ഫ്രഞ്ച്, UAE ആൻഡ് ഇന്ത്യ. 3 രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്, ഫ്രഞ്ച്, UAE ആൻഡ് ഇന്ത്യ. പിന്നെ എക്സസൈസ് വായു ശക്തി 24, അതിനകത്ത് ഇന്ത്യ ആൻഡ് ഈജിപ്ത് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എക്സസൈസ് വായു ശക്തി 24, ഇന്ത്യ ആൻഡ് ഈജിപ്ത്. ഇനി എക്സസൈസ് ഗഗൻ ശക്തി, അതിനകത്ത് ഓൾ എയർഫോഴ്സ് ബേസ് ആയിരുന്നു. ഇന്ത്യയിലുള്ള എല്ലാ എയർഫോഴ്സ് ബേസും അതിനകത്ത് ഉണ്ടായിരുന്നു. ഇതിൽ ലോജിസ്റ്റിക് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്ത ആരായിരുന്നു? ഇന്ത്യൻ ആർമി ആയിരുന്നു എക്സസൈസ് ഗഗൻ ശക്തിക്ക് വേണ്ടിയിട്ടുള്ള ലോജിസ്റ്റിക് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്തത്. അടുത്ത വരുന്നത് ഗഗൻ സ്ട്രൈക്ക് 2 ആണ്. ഇതിന് ഇന്ത്യൻ ആർമി ആൻഡ് ഇന്ത്യൻ എയർഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എയർഫോഴ്സ് എക്സസൈസ് ഇന്ത്യൻ റെഡ് ഫ്ലാഗ് 24, ഇന്ത്യ, UK, നെതർലാൻഡ്സ്, സിംഗപ്പൂർ, ജർമ്മൻ ആൻഡ് US ആയിരുന്നു എക്സസൈസ് റെഡ് ഫ്ലാഗ് 24 ഉണ്ടായിരുന്നത്. പിന്നെ എക്സസൈസ് ഡെസേർട്ട് നൈറ്റ്, അതിനകത്ത് ഫ്രഞ്ച്, UAE ആൻഡ് ഇന്ത്യ. പിന്നെ എക്സസൈസ് വായു ശക്തി 24, ഇന്ത്യ ആൻഡ് ഈജിപ്ത്. എക്സസൈസ് ഗഗൻ ശക്തി ഓൾ എയർഫോഴ്സ് ബേസ്, ആർമി പ്രൊവൈഡ് സം ലോജിസ്റ്റിക് സപ്പോർട്ട്, ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഗഗൻ സ്ട്രൈക്ക് 2, ഇന്ത്യൻ ആർമി ആൻഡ് എയർഫോഴ്സ്, ഇന്ത്യൻ എയർഫോഴ്സ്. ഇപ്പൊ അടുത്തത് ഇന്ത്യൻ മിസൈൽസ് ആണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒരു ക്വസ്റ്റ്യൻ വന്ന എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണിത്. അഗ്നി, അത് ബാലിസ്റ്റിക് മിസൈൽ ആണ്. പൃഥ്വി സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് ഇത് പൃഥ്വി. അഗ്നി ഓർത്തു വെക്കുക, ബാലിസ്റ്റിക് മിസൈൽ. പൃഥ്വി സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ആണ്, അതുപോലെ തന്നെ എന്താണ്? ബാലിസ്റ്റിക് മിസൈൽ ആണ്. പിന്നെ ധനുഷ്, അതെന്താണ്? നേവൽ വേർഷൻ ഓഫ് പൃഥ്വി 3. പൃഥ്വി 3യുടെ നേവൽ വേർഷൻ ആണ് എന്ത്? ധനുഷ് വരുന്നത്. ഇനി അസ്ത്ര എയർ ടു എയർ മിസൈൽ. എന്താണ് അസ്ത്ര? ഒരു എയർ ടു എയർ മിസൈൽ ആണ്. ആകാശ്, അത് മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. ആകാശ് എന്താണ്? മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. പിന്നെ വരുന്നത് തൃശൂൽ ആണ്, ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. തൃശൂൽ എന്താണ്? ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. പിന്നെ വരുന്നത് നാഗ്, ഇന്ത്യസ് 3rd ജനറേഷൻ ആന്റി ടാങ്ക് മിസൈൽ ആണ് എന്ത്? നാഗ്. നാഗ് ഏതാണ്? ഇന്ത്യസ് 3rd ജനറേഷൻ ആന്റി ടാങ്ക് മിസൈൽ. ബ്രഹ്മോസ് വരുന്നത്, അത് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. എന്ത്? ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. പിന്നെ വരുന്നത് ശൗര്യ, അതെന്താണ്? സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ആണ്, ഷോർട്ട് റേഞ്ച് ആണ്. ശൗര്യ സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ, ഷോർട്ട് റേഞ്ച്. ഇനി നിർഭയ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. എന്താണ് നിർഭയ്? സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ്. ബറാക്കേറ്റ് ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ. ബറാക്കേറ്റ് എന്താണ്? ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. ഇനി അശ്വിൻ, അതെന്താണ്? ഒരു ആന്റി ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഒത്തിരി ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അഗ്നി എന്താണെന്ന്? ഒരു ബാലിസ്റ്റിക് മിസൈൽ ആണ്. പിന്നെ വരുന്നത് പൃഥ്വി. പൃഥ്വി എന്താണ്? സർഫേസ് ടു സർഫേസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്ത്? പൃഥ്വി. പിന്നെ വരുന്നത് ധനുഷ്, അതെന്താണ്? നേവൽ വേർഷൻ ഓഫ് പൃഥ്വി 3. അതിന്റെ ഒരു നേവൽ വേർഷൻ ആണ് എന്ത്? ധനുഷ് വരുന്നത്. പിന്നെ അസ്ത്ര, അതെന്താണ്? ഒരു എയർ ടു എയർ മിസൈൽ ആണ്. പിന്നെ ആകാശ്, അതൊരു മീഡിയം റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. തൃശൂർ ഷോർട്ട് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. പിന്നെ വരുന്നത് നാഗ്, അതെന്താണ്? ഇന്ത്യസ് 3rd ജനറേഷൻ ആന്റി ടാങ്ക് മിസൈൽ ആണ് എന്ത്? നാഗ്. പിന്നെ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് എന്ത്? ബ്രഹ്മോസ്. പിന്നെ വരുന്നത് ശൗര്യ സർഫേസ് ടു സർഫേസ് ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്ത്? ശൗര്യ, അത് ഷോർട്ട് റേഞ്ച് ആണ്. പിന്നെ വരുന്നത് എന്താണ്? നിർഭയ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് എന്ത്? നിർഭയ്. വേറെ ഏതായിരുന്നു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ഉണ്ടായിരുന്നത്? ബ്രഹ്മോസ് ആണ്. ബ്രഹ്മോസ് പോലെ തന്നെയുള്ള എന്താണ്? നിർഭയം വരുന്നത്. പിന്നെ ബറാക്കേറ്റ്, അതെന്താണ്? ലോങ് റേഞ്ച് സർഫേസ് ടു എയർ മിസൈൽ ആണ്. പിന്നെ അശ്വിൻ വരുന്നത്, അതെന്താണ്? ആന്റി ബാലിസ്റ്റിക് മിസൈൽ ആണ്. നല്ല രീതിക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അതുപോലെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത്ര അറിഞ്ഞാൽ മതി, വേറെ ഒന്നും അറിയണ്ട, ജസ്റ്റ് ഇത്ര ഒന്ന് ഓർത്തു വെക്കുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അടുത്തതാണെന്ത്? ഡിഫൻസ് അണ്ടർടേക്കിങ്സ്. ഇതാണെന്ത്? ഡിഫൻസ് അണ്ടർടേക്കിങ്സ് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം.
ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL എന്നാണ് അറിയപ്പെടുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. പിന്നെ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL. എന്താണ്? ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്. പിന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML. ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML. Mazagon Dock Ship Builders Limited MDL. Mazagon Dock Ship Builders Limited MDL. Hindustan Shipyard Limited HSL. Hindustan Shipyard Limited HSL. Goa Shipyard Limited GSL. Goa Shipyard Limited GSL. Garden Reach Shipbuilders and Engineers Limited GRSC. ഏതൊക്കെയാണ് ഡിഫൻസ് അണ്ടർടേക്കിംഗ്സ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്, മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ്. ഒന്നുകൂടി നോക്കുക. ഹിന്ദുസ്ഥാൻ ഏതൊക്കെയാണ് ഡിഫൻസ് അണ്ടർടേക്കിംഗ്സ്? ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് BDL, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് BEL, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BEML, മസാഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് എന്താണ് MDL, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് HSL, ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് GSL, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് GRSC. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് അണ്ടറിൽ വരുന്ന ആംഡ് ഫോഴ്സസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF ഫോർ സെക്യൂരിറ്റി അലോങ് ദ ബോർഡേഴ്സ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ്. എവിടെയാണ്? പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശിന്റെ സെക്യൂരിറ്റി ബോർഡേഴ്സിൽ കൊടുത്തുക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF. പിന്നെ വരുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF. CISFന്റെ ഫുൾ ഫോം എന്താണ്? സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. സീനറ്റ് എയർപോർട്ട്സ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ്സ്. അവിടെയാണിത് CISFലെ ഓഫീസേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF ഫോർ ക്രൗഡ് കൺട്രോൾ, റൈറ്റ് കൺട്രോൾ. അതിനുവേണ്ടിയാണെന്ത് CRPFലെ ഓഫീസേഴ്സ് ഉള്ളത്. ഇതിലെ മെയിൻ കാര്യങ്ങളാണ് പറയുന്നത് കൊണ്ടാണ് ക്രൗഡ് കൺട്രോൾ ആൻഡ് റൈറ്റ് കൺട്രോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് CRPF. പിന്നെ വരുന്നത് ITBP ആണ്, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ്. അവിടെ എന്താണ്? ഫോർ സെക്യൂരിറ്റി അലോങ് ബോർഡേഴ്സ് ഓഫ് ചൈന ആൻഡ് കൺട്രോൾ ടു ടിബറ്റ്. ഫോർ സെക്യൂരിറ്റി അലോങ് ബോർഡർ ഓഫ് ചൈന കൺട്രോൾ ടു ടിബറ്റ്. ചൈന കൺട്രോൾ ചെയ്തിട്ടുള്ള ടിബറ്റിന്റെ ബോർഡറിലെ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് എന്ത്? ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് വരുന്നത് ITBP. ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ITBP ഫോർ സെക്യൂരിറ്റി അലോങ് ബോർഡർ ഓഫ് ചൈന കൺട്രോൾ ടിബറ്റ്. പിന്നെ സശസ്ത്ര സീമാ ബൽ SSB ഫോർ സെക്യൂരിറ്റി അലോങ് ദ ബോർഡേഴ്സ് ഓഫ് നേപ്പാളിന്റെ ബോർഡറിൽ. ഓർത്തു വെക്കുക. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSF, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF, സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സ് CRPF, ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സ് ITBP, SSB സശസ്ത്ര സീമാ ബൽ. ഇതാണ് എന്ത്? ആംഡ് ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. BSF, CISF, CRPF, ITBP and SSB. ആംഡ് ഫോഴ്സസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഏതൊക്കെയാണ്? BSF, CISF, CRPF, ITBP and SSB. പിന്നെ വരുന്നതാണിത് സ്ലോഗൻസ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻസിന്റെ സ്ലോഗൻസ് ആണ് വരുന്നത്. നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എന്താണ്? NSGയുടെ ആണ്. അതിന്റെ സ്ലോഗൻ വരുന്നത് സർവസ്റ്റ സർവോത്ത സുരക്ഷയാണ്. ഇനി മിലിറ്ററി നേഴ്സിംഗ് സർവീസ് വിത്ത് എ സ്മൈൽ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതൊന്നും കാണാതെ പഠിക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ SSBയുടെ വരുന്നത് സർവീസ് സെക്യൂരിറ്റി ആൻഡ് ബ്രദർഹുഡ്. CISFന്റെ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. ITBPയുടെ വേല സ്റ്റെഡ്ഫാസ്റ്റ്നെസ് ആൻഡ് കമ്മിറ്റ്മെന്റ്. BSFന്റെ ഡ്യൂട്ടി ആൻഡ് ടു ഡെത്ത്. CRPFന്റെ പീസ് കീപ്പർ ടു നേഷൻ. ഇതിൽ ഓർത്തു വെക്കേണ്ട മിലിറ്ററി നേഴ്സിംഗ് സർവീസ് അതൊന്ന് ഓർത്തു വെക്കുക. സർവീസ് വിത്ത് എ സ്മൈൽ. CISFന്റെ പ്രൊട്ടക്ഷൻ ആൻഡ് സെക്യൂരിറ്റി. SSBയുടെ സർവീസ് സെക്യൂരിറ്റി ആൻഡ് ബ്രദർഹുഡ്. NSGയുടെ സർവസ്ത സർവോത്ത സുരക്ഷ. ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി. പിന്നെ വേൾഡ് ഡിഫൻസ് ആണ്. ലാർജസ്റ്റ് നേവൽ ബേസ് US നേവൽ സ്റ്റേഷൻ.
ആണെന്ത് ലാർജസ്റ്റ് നേവൽ ബേസ് വരുന്നത് നോർഫ്ലോക്കിലാണുള്ളത്. ലാർജസ്റ്റ് എയർബേസ് US എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസ് ആണെന്ത് ലാർജസ്റ്റ് എയർബേസ് വരുന്നത്. ലോങ്സ്റ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. റഷ്യാസ് RS-28 സർമാറ്റ്. പിന്നെ ന്യൂക്ലിയർ ആംഡ് കൺട്രീസ് US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK, ഇന്ത്യ, നോർത്ത് കൊറിയ ആൻഡ് പാകിസ്ഥാൻ. ഏതൊക്കെയാണ് ഈ ന്യൂക്ലിയർ ആംഡ് കൺട്രീസ്? US, റഷ്യ, ചൈന, ഫ്രാൻസ്, UK, നോർത്ത് കൊറിയ ആൻഡ് പാകിസ്ഥാൻ. ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ നാറ്റോസ് ബിഗസ്റ്റ് മിലിറ്ററി എക്സൈസ് സിൻസ് കോൾഡ് വാർ ഏതാണ്? സ്റ്റെഡ്ഫാസ്റ്റ് ഡിഫൻഡർ 2024 ആണ്. ഇതിൽ എന്താണ്? ഇന്ത്യയില്ല, ഇന്ത്യ പങ്കെടുത്തിട്ടില്ല. ഇത്രയേ ഉള്ളൂ. എന്ത് ഇതൊക്കെ ഈ ലാസ്റ്റ് വരുന്ന ടോപ്പിക് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് ഓർത്ത് വെക്കുക, അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മനസ്സിലാക്കുക, പഠിച്ചു വെക്കുക. അപ്പൊ എന്താണ്, ഇത്രയും പഠിച്ചാൽ മതി. എന്തിനു വേണ്ടിയിട്ട്? CDSന്റെ ഡിഫൻസിന് വേണ്ടിയിട്ട്. ഇതാണ് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, മീൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പഠിച്ചു വെക്കുക. പിന്നെ എന്താണ്, കറണ്ട് അഫയേഴ്സ് നല്ല രീതിക്ക് നോക്കുക. ഇത്രേ ഉള്ളൂ. എന്ത് ഡിഫൻസിന് വേണ്ടിയിട്ട് ഇത്രയൊക്കെ പഠിച്ചാൽ മതി. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള സബ്ജക്ട്സിന്റെയും ക്ലാസ്സസ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ്സ് വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് അറിയിക്കുക. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു.